ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, ജാതി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന പള്ളിവാസൽ പഞ്ചായത്തിലെ അമ്പഴച്ചാലിലെ കർഷകനായ ശ്രീ CK അഭിലാഷിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. പള്ളിവാസൽ പഞ്ചായത്തിലെ അമ്പഴച്ചാലിലെ ഒരു കർഷകനായ അഭിലാഷ് CK ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അഭിലാഷിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. അഭിലാഷ് പ്രധാനമായിട്ടും കൃഷിയിൽ മാത്രമാണോ ആശ്രയിക്കുന്നത്? പ്രധാനമായിട്ടും കൃഷിയിലാണ് ഞങ്ങളുടെ ഉപജീവനമാർഗം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണോ? ഞങ്ങൾ കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് ഹൈറേഞ്ചിൽ കുടിയേറി താമസിക്കുന്നത്. വിദ്യാഭ്യാസം പഠനമൊക്കെ എവിടെയായിരുന്നു? എവിടെ വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദധാരിയാണ്. പിന്നെ കൃഷിയായിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് ഹൈസ്കൂൾ ഇവിടെ തോക്കുവാറ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂള് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഡിഗ്രി വരെ പഠനത്തിന് ശേഷം ആണ് കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയത്. അതെ അതെ. എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷികൾ ചെയ്യുന്നത്? എനിക്ക് 3.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ പഠിക്കുന്ന കാലത്ത് മുതൽ തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ, അതോ പഠനശേഷം ആണോ കൃഷിയിലേക്ക് ഇറങ്ങിയത്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് അവധി കിട്ടുന്ന അച്ഛൻ്റെ കൂടെ എല്ലാത്തിനും കൂടും. അങ്ങനെ കാർഷികമായിട്ടൊരു ബന്ധം ഉണ്ടായി. അന്നൊക്കെ ഈ ചെറുപ്പകാലങ്ങളിലൊക്കെ എന്ത് കൃഷിയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്? അന്ന് കുരുമുളകായിരുന്നു മെയിനായിട്ട്. ഹൈറേഞ്ചിന്റെ മൊത്തത്തിലുള്ള കുരുമുളകായിരുന്നു വീട്ടിലും കൂടുതൽ. പിന്നീട് കുരുമുളക് കൃഷി ഇപ്പോഴും തുടരുന്നുണ്ട്? കുരുമുളക് ഇപ്പൊ തീർത്തും കുറവാണ്. കാലാവസ്ഥയൊക്കെ മാറിയ കാരണം കുരുമുളകിന്റെ അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഹൈറേഞ്ചിൽ കുരുമുളക് അത്ര ഇതാവുന്നില്ല. ഇപ്പൊ പ്രധാനമായിട്ടും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ജാതിയാണ് മെയിനായിട്ട്. പിന്നെ റബ്ബറുണ്ട്, ഏലം കുറച്ചുണ്ട്. അപ്പോൾ ജാതി, ഏലം, റബ്ബർ എന്നിവയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിൽ തന്നെ ജാതി കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലേ? അത് എവിടെ നിന്നാണ്, ഏതിനും ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? അത് നിങ്ങൾ കാലടിയാണ് എൻ്റെ അമ്മ വീട്. അപ്പൊ കാലടി ഭാഗത്ത് ഏറ്റവും നല്ല 10-30 വർഷം പഴക്കമുള്ള ജാതികളാണ്. അവിടെ നിന്നാണ് തൈ കിട്ടിയത്. അപ്പൊ ഇത് ബഡ് തൈയാണോ നട്ടിരിക്കുന്നത് അതോ സാധാരണ തൈകളാണോ? ബഡ് തൈ അല്ല. അത് എത്ര അകലത്തിലാണ് ജാതി കൃഷി ചെയ്തിരിക്കുന്നത്? ജാതി നമുക്ക് ജാതിയെ പറ്റി ആദ്യം ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. ഇതിന്റെ വലിപ്പം എങ്ങനെയാ, അത് കാരണം വലിയ മണ്ടത്തരത്തിലപ്പേ ഒരു 10-15 അടി അകലത്തിലായിപ്പോയി പണ്ട് അച്ഛൻ വെച്ചത്. അതിപ്പോ വലിയൊരു പാര ഇപ്പൊ വെട്ടിക്കളയാനും തോന്നാനുള്ള. അന്നൊക്കെ അങ്ങനെ ആളുകൾ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. ജാതിയെ പറ്റി ഹൈറേഞ്ചിൽ അങ്ങനെ ഇല്ലായിരുന്നല്ലോ, അറിയില്ലായിരുന്നു ഇതിന്റെ. അപ്പൊ ഇത് മുഴുവൻ ജാതികളും ഈ 15 അടി അകലം രീതിയിലാണോ നട്ടിരിക്കുന്നത്? അതെ. ഇനിയിപ്പോ ഇടയ്ക്കുന്ന ഓരോന്ന് വെട്ടിക്കളയാനുള്ള പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വെട്ടിക്കളി ഇപ്പൊ ഈ ജാതികളെല്ലാം ഒരുവിധം കായ്ഫലം തരുന്നുണ്ടോ? ആവറേജ് കായ്ഫലം ഉണ്ട്. പക്ഷെ ചോട്ടിലുണ്ടാവില്ല, അടുപ്പം കെട്ടുപണഞ്ഞ് കിടക്കുന്ന കാരണേ മണ്ടയിൽ മാത്രമേ ഉണ്ടാവുന്നത്. മുകളിൽ മാത്രമാണ് കൂടുതൽ കായ ഉണ്ടാകുന്നത്, ചൂട് ഭാഗത്തേക്ക് കായ ഉണ്ടാകുന്നില്ല എന്നാണ് അഭിലാഷ് പറയുന്നത് അല്ലെ? ഇത് നമുക്ക് ഈ ജാതി നട്ട് കഴിഞ്ഞാല് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിചരണങ്ങൾ ഒന്ന് പറയാമോ? കാർഷികളെ സംബന്ധിച്ച് ജാതിയാണെങ്കിൽ ഒട്ടും പണിയില്ലാത്തൊരു വിഭാഗമാണ് ജാതി. നിലത്തിൽ നിന്ന് പണിയാവുന്ന പണിയാണ്. പിന്നെ മഴക്കാലത്താണ് ഇതിന്റെ സീസൺ. നല്ല മഴയത്താണ് പത്രിയെല്ലാം പൊട്ടിയാൽ അതാ ദിവസം പറക്കിയെടുക്കണം. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാല് ഇത് ആദ്യം ഒരു കുറച്ച് വർഷങ്ങളിലേക്ക് വളർത്തി കൊണ്ടുവരുന്ന ഒരു പരിചരണങ്ങളുണ്ടല്ലോ. നമ്മൾ കുഴിയെടുത്ത് നട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വളപ്രയോഗം, അതുപോലെ മറ്റു പരിചരണങ്ങൾ, ചപ്പ് കൂട്ടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു 4 വർഷത്തേത്? ആദ്യം ഒരു 3 അടി കുഴിയാണ് ഞങ്ങൾ എടുക്കണത്. 3 അടി 2 അടി താഴ്ചയായിട്ട് വിസ്താരത്തില്. പിന്നെ മെയിൻ ഇതിന്റെ വളം എന്ന് വെച്ചാൽ എല്ലുപൊടിയാണ്. എല്ലുപൊടിയും ചാണകം മിക്സ് ചെയ്ത്
കുറേശ്ശെ ഇട്ട് ഒരു 4-ാം വർഷം മുതൽ കായ് ഉണ്ടാകാൻ തുടങ്ങും. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല. ഇതുപോലെ കായെടുപ്പ്. പിന്നെ ആണ്ടിൽ 2 വർഷം ശരിക്കും കുമ്മായം തുള്ളി കൊടുക്കും. മെയിനായിട്ട് ഇതാണ് ഈ എല്ലുപൊടി വേപ്പും പിണ്ണാക്കും. നമ്മൾ ഇതിന്റെ ചുവട്ടിലെ കളയൊക്കെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? ചുവട്ടിൽ കള അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിന്റെ മൊത്തത്തിൽ ജാതി നിൽക്കുമ്പോൾ കള എങ്ങനെയാണ് ഉണ്ടാവില്ല? കളയുടെ ശല്യമില്ല. അല്ല, എന്നാലും അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കളകളുണ്ടാവുമല്ലോ. കൈകൊണ്ട് പറിച്ചാലും മൊത്തം വേരായ കാരണം തൂമ്പ ഉപയോഗിക്കാൻ പറ്റില്ലേ. കാരണം ഇത് ജാതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ മേൽഭാഗം മൊത്തം വേര് മൂടിയായിരിക്കുന്നത്. കൊല്ലവേരെന്ന് പറയും ഞങ്ങള്. ചുറ്റിനും വേരായിരിക്കും. അപ്പോൾ അവിടെ കൈകൊണ്ടുള്ള പണിയാണ് നടക്കൂട്ടു. തൂമ്പ വെച്ച് പണിത് കഴിഞ്ഞാൽ വേരെല്ലാം അറ്റവും മുറിഞ്ഞു പോകും. അതായത് തൂമ്പ വെച്ച് അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മണ്ണിൽ പണിത് കഴിഞ്ഞാൽ ജാതിയുടെ വേര് മുഴുവൻ മുറിഞ്ഞു പോകും. അപ്പോൾ അത് ആ ജാതി മരത്തെയും അതിന്റെ കായ്ഫലത്തെയും എല്ലാം ബാധിക്കുമെന്നാണ് അഭിലാഷ് പറയുന്നത്, അല്ലേ? അതെ. നമ്മൾ വളപ്രയോഗം പ്രധാനമായിട്ട് ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കം എന്നിവയാണ് ചെയ്യുന്നത്. ഈ ജാതി എന്തെങ്കിലും രോഗകീടബാധകൾ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രോഗം ഇതിന്റെ കൊമ്പുണങ്ങൽ ഒരു രോഗമുണ്ട്. ചില കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങി പോകുന്നു. അതിന് ബോഡോ മിശ്രിതമാണ് ഞാൻ പ്രയോഗിക്കുന്നത്. ആണ്ടിൽ 2 തവണ ബോഡോ മിശ്രം പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് തേച്ച് വിടും. അപ്പോൾ ഒരു പരിധി വരെ അത് മാറുന്നുണ്ട്. മെയിൻ ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ ഇതിന്റെ വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? വിളവെടുപ്പ് ഞങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോറുണ്ട്. പിന്നെ പൊട്ടിച്ചാടുന്നത് മാത്രമേ എടുക്കാറുള്ളൂ. കാ പറിക്കാൻ മെനക്കെടാറില്ല. അത് വലിയ പണിയാണ്. എല്ലാ ദിവസവും രാവിലെയും 2 നേരം പറിക്കും സീസണിലൊക്കെ. പിന്നെ സ്റ്റോറുണ്ട്. അത് കാരണം പത്രി കളയാണ്ട് ഉണങ്ങിയെടുക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ ചുവട്ടിൽ വീഴുന്നത് പറിക്കുമ്പോൾ ഇതിന്റെ അകത്തെ പത്രി നമുക്ക് പലപ്പോഴും അത് ഛിന്നഭിന്നമായിട്ട് പോകാൻ സാധ്യതയില്ലേ? അത് ചില ഇനം ജാതിയുടെ പത്രി എന്ന് പറഞ്ഞാൽ താഴെ ചാടും പൂവ് പൊട്ടുമ്പോൾ തന്നെ അത് ചീഞ്ഞായിരിക്കുന്നത്, അടന്നു പോകും. അതൊക്കെ അങ്ങനെ. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ നല്ല പത്രി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോയ പത്രിയൊക്കെ വെച്ച് ഉണങ്ങിയെടുക്കും. അങ്ങനെ നമ്മൾ ഉണങ്ങിയെടുത്താലും കടകളിൽ ചെല്ലുമ്പോൾ അവരത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വില കുറയ്ക്കാനുള്ള സാധ്യതയില്ലേ? അവര് കണ്ടുപിടിച്ചാൽ നടക്കും. പിന്നെ ഞങ്ങള് സ്ഥിരം കൊടുക്കുന്ന കടയ്ക്കാകുമ്പോൾ അവരും കണ്ണടച്ചിങ്ങനെ വിടും. എന്നാലും പത്രി മോശമല്ല, ഈ വിടുന്നു പോയി എന്നുള്ളൊരു. ഈ ഫ്ലവറിനും സാധാരണ പത്രിക്കും തമ്മിൽ എത്ര രൂപയുടെ ഒക്കെ വ്യത്യാസം വിലയിൽ അനുഭവപ്പെടാറുണ്ട്? ഇപ്പൊ 500 രൂപയുടെ വ്യത്യാസം, 500-400 രൂപയുടെ വ്യത്യാസമുണ്ട്. നല്ല ഫ്ലവർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പോഴത്തെ വിലയിൽ എത്ര രൂപ വരെ ലഭിക്കുന്നുണ്ട്? ഇപ്പോഴേ ഈ ഇടയ്ക്ക് ഒരു മാസമായിട്ട് വില കുറവാണ്. ഒരു 1600 ഫ്ലവറിന്. ബാക്കിയത്തിന് 1200 വരെ പോകും. ജാതിക്കായ്ക്ക് എന്ത് വില? കായ്ക്ക് 240. കഴിഞ്ഞ മാസം ഒരു 300-310 ഉണ്ടായിരുന്നു. പെട്ടെന്ന് വില താഴേക്ക് പോയി പൊതുവെ, അല്ലേ? ജാതി കായുടെ ആണെങ്കിലും പത്രിയുടെ ആണെങ്കിലും. അതെ. ഇപ്പൊ സീസണായതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ കുറവ്. ഈ ജാതി കായ നമ്മൾ സാധാരണ കായ ഉണങ്ങി കൊടുക്കുകയാണോ ചെയ്യാറുള്ളത്, അതോ കായ ഉണങ്ങിയിട്ട് അതിന്റെ അകത്തെ പരിപ്പ് എടുത്തിട്ടാണോ കൊടുക്കാറുള്ളത്? ഇവിടെ ഞങ്ങള് പരിപ്പായിട്ടല്ല കൊടുക്കാറ്, ഫുള്ളായിട്ട് കൊടുക്കാറ്. ഇവിടെ അങ്ങനെ ഒരു കച്ചവടം ഇപ്പൊ ഹൈ റേഞ്ചിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ താഴേന്ന് കാലടിന്നൊക്കെ ബൾക്കായിട്ട് വന്ന ആൾക്കാർ എടുക്കും. അവർ പറയും ഇങ്ങനെ നിങ്ങൾ പൊട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചം ഉണ്ടെന്ന് പറയും. ഇതുവരെ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, അതിന് മെനക്കെട്ടിട്ടില്ല. ഇതുവരെ ഒന്ന് ഒരു തവണ പരീക്ഷിച്ച് നോക്കണമെന്ന്. എത്ര കിലോ ജാതിക്ക വരെ ഒരു വർഷം ലഭിക്കാറുണ്ട്? എനിക്കൊരു 500 കിലോ തൊണ്ടോട് കൂടി കിട്ടും ഒരു വർഷം. ഈ 500 കിലോ തൊണ്ടോടുകൂടി ജാതിക്ക കിട്ടിയാൽ അതിന്റെ പത്രി എത്ര മാത്രം ലഭിക്കും? അതായത് പലതും പല ഇനമാണ്. അപ്പോൾ ഒരു ആവറേജ് ഒരു ജാതിക്ക് 1 കിലോ കായ്ക്ക് ഒരു 150 ഗ്രാം പത്രി ആവറേജ് ലഭിക്കുന്നുണ്ട്. അത് ഓരോ ഇനത്തിന്റെ അനുസരിച്ചാണ്, കട്ടി കൂടിയതും കുറഞ്ഞതും. 50 ഗ്രാം പോലും ലഭിക്കാത്ത ജാതിയുണ്ട്. ഇത് നമ്മൾ വിൽപ്പന നടത്തുന്നത് ഇവിടെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ ലോക്കൽ മാർക്കറ്റിലാണ് ഞങ്ങൾ കൊടുക്കുക. ഞങ്ങൾ ഒരുമിച്ചാണ് കൊടുക്കാറ്. അപ്പോൾ താഴെ കാലടി ഭാഗത്തു നിന്ന് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഇവിടെ ഞങ്ങൾ കുറേ കർഷക കൂട്ടായ്മ ഉണ്ട്. അവരെല്ലാവരുടെയും വീട്ടിൽ വന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അവർ കാലടിയിൽ നിന്ന് വന്നെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കടകളിൽ കൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന വില ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും. ഈ ജാതി കൃഷിയിൽ നമ്മൾ കൂടുതൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? ജാതി കൃഷിയിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ രോഗകീടബാധ ഒരാണ്ട് നോക്കിയാൽ മതി. പിന്നെ കാറ്റിന്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ജാതി പൊതുവെ കായ് ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ കാ ഒത്തിരി പൊഴിഞ്ഞു പോയി. അതിന് ചെറിയ താങ്ങായിട്ടൊരു 3 ദിവസത്തേട്ടും എന്തെങ്കിലും വലിച്ചു കെട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേറെ പ്രശ്നങ്ങളും ജാതിയെ സംബന്ധിച്ച് പറയാനില്ല. നല്ല നിരന്ന സ്ഥലമാണോ ചെറിയ സ്ഥലമാണോ അഭിലാഷ്? നിരന്ന സ്ഥലം. അതുകൊണ്ട് ജാതിക്ക് വളരെ മികച്ച സൗകര്യമുള്ള സ്ഥലമാണ്. വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചൊന്നും പോകത്തില്ല. പിന്നെ നല്ല തടവുണ്ട്. നിരന്ന സ്ഥലമാണ് ഞങ്ങൾ. ഈ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് ജാതിക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വേനൽക്കാലത്ത് വേനൽക്കായ് നന്നായിട്ട് കിട്ടണമെങ്കിൽ നന ശരിക്കും കൊടുക്കണേ. അതിനകത്ത് ഈ മേളിൽ നിന്നുള്ള നനയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ല ശിഖരങ്ങളും മൊത്തം കുളിപ്പിച്ചനക്കുകയാണെങ്കിൽ. താഴെ നനച്ചാലും കായ നല്ല അത്യുഷ്ണമാകുമ്പോൾ കായ എങ്ങനെയായാലും കാ വാടിപ്പോവും. വെള്ളക്കായായിട്ട് പോകത്തുള്ളൂ. അപ്പൊ അതൊരു നല്ല പണിയാണ്. അതൊരു വലിയ പ്രശ്നമുള്ള പണിയായി വേനൽക്കായ്ക്ക്. വേനൽക്കാൽ നല്ല കായായിട്ട് കിട്ടുന്നുണ്ട്. ഈ ജാതി കൃഷി ചെയ്തിരിക്കുന്നത് ജാതി മാത്രമാണോ? അതെ. ജാതിക്കകത്ത് ജാതി മാത്രമേ ഉള്ളൂ. മറ്റു കൃഷികളൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ജാതി മരങ്ങളുണ്ട്? ഇപ്പൊ ഒരു 90 ജാതി മരമുണ്ട്. ഒരു 15 വർഷം പഴക്കമായി കാണും. 15-20 വർഷമൊക്കെ. ഇനി ഏലം ഏതിനോ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്? എത്രമാത്രം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്? ഏലം ഞാനിപ്പോ ഒരു തുടക്കക്കാരനാണ് ഏലത്തില്. ഇപ്പൊ ഈയിടെ ഒരു 500 മൂട് വെച്ചിട്ട് ഉള്ളൂ. എല്ലാവരും ഏലം വെക്കണം. നമുക്ക് ഇപ്പോൾ 1 ഏക്കർ പറമ്പ് കിടപ്പുണ്ട്. അപ്പൊ എനിക്കൊരു താല്പര്യം ഏലത്തോട്.
അതുകൂടി ചെയ്ത് നോക്കാന്ന് ഇത്തവണ. ഇനി പിന്നെ വേറെ പ്രധാനമായിട്ട് കൃഷിയുള്ളത് പിന്നെ കുരുമുളകാണ്. അത് പഴയ കൊടിയാണ്, ഇത്തവണ കൊടിയൊന്നും ഇട്ടിട്ടില്ല. എന്നാലും ചില ഇനമൊക്കെ ഈ 500 നല്ല ആവറേജ് 1.5 വർഷം കൂടി നല്ല കായ്ഫലം തരുന്നുണ്ട്. കുരുമുളകിന്റെ കൃഷിയിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? കുരുമുളകിന് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചാണകമിട്ട് കൊടുക്കും. നന്നായിട്ട് രാസവളം പ്രയോഗിക്കാറില്ല, ചാണകമാണ് മെയിനായിട്ട്. ഏതിനും കുരുമുളകാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്? എനിക്ക് 500 മരത്തേലാണ് കൃഷി ചെയ്തിരുന്നത്. ചൗക്ക അതുപോലുള്ള മരങ്ങളുണ്ട്. അത് കാരണം മുരിക്കിലല്ല. മുരിക്ക് താങ്ങുമരം പൊതുവെ പരാജയം. അത് 3-4 വർഷം കഴിയുമ്പോൾ മുരിക്കങ്ങ് താങ്ങുമരം പോയാൽ പിന്നെ കൊടിയുടെ കാര്യം തീർന്നു. അതുകൊണ്ട് മിക്കവാറും എനിക്ക് മരങ്ങളാണ് കൂടുതലേ. ഞാൻ മരത്തിൽ 500 നന്നായിട്ട് കയറി പോകും. നല്ല ഹൈറ്റിൽ പോകും. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും 2 തവണ ആണ്ടിലെ ചാണകം ഇട്ട് കൊടുക്കും. പിന്നെ ആട്ടുംകാഷ്ടം ഏറ്റവും നല്ലതാണ്. അല്ലാണ്ട് പ്രത്യേക വളം കുടിക്ക് കൊടുക്കാറില്ല. എന്തെങ്കിലും മരുന്നുകൾ തളിക്കുകയോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ കുരുമുളകിന്? കുരുമുളകിന് എല്ലാ വർഷം ബോഡോ മിശ്രിതം കൊടുക്കും. 1-2 തവണ കൊടുക്കും. നല്ല കുരുമുളക് ഉണ്ടാകും. തിരി ഉണ്ടായി വരുമ്പോൾ തിരി പിടിക്കാനായിട്ട്, മണി പിടിക്കാനായിട്ട് ബോഡോ മിശ്രം കൊടുക്കുന്നത് നല്ലതാണ്. വിളവെടുപ്പ് എങ്ങനെയാണ്? നമ്മൾ തന്നെയാണോ നടത്തുന്നത് അതോ വേറെ തൊഴിലാളികളെ കൂട്ടിയാണോ എടുക്കുന്നത്? വിളവെടുപ്പ് തൊഴിലാളികളെ കൂട്ടണേ. കുറേ ഉള്ള കാരണം തൊഴിലാളികളെ കൂട്ടി. പിന്നെ അവർക്കുള്ള ശമ്പളം നല്ലൊരു പൈസ വരും. പിന്നെ വിലക്കുറവ് ഒരു പ്രധാന വിഷയമാണ്. ഇപ്പോൾ കുരുമുളകല്ല, എല്ലാത്തിനും തന്നെ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി കൃഷി. അതിനനുസരിച്ചുള്ള വരുമാനം ഇല്ലാത്തത്. ഒരു സ്ഥിരമായ വില നമുക്ക് ഒരു വിളകൾക്ക് ലഭിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കർഷകരുടെ. അതാണ്. അതിന് എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകേണ്ടതെന്നാണ് അഭിലാഷിന്റെ ഒരു അഭിപ്രായം? സർക്കാർ ഒരു താങ്ങുവില പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എല്ലാ ഐറ്റത്തിനും ഒരു താങ്ങുവില കൊടുക്കുകയാണെങ്കിൽ കർഷകർക്ക് അത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യും. വേറെ എന്തെല്ലാം കൃഷികളാണുള്ളത്? വേറെ മെയിനായിട്ട് റബ്ബറാണ്. റബ്ബർ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് അത് ഭാഗത്തേറ്റേ നോക്കിയിട്ടില്ല. 12-13 വർഷം പഴക്കമുള്ള റബ്ബർ മരങ്ങളാണ്. ഏതിനും റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത്? റബ്ബർ 414 ഒരു പുതിയ ഇനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടാറായില്ലേ? ഒരു വർഷം വെട്ടി, പിന്നെ 4 വർഷം വെട്ടിയില്ല. മെയിനായിട്ട് വിലയില്ല. നമ്മൾ ബുദ്ധിമുട്ടി അതിനുള്ള യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഒരു വർഷം വെട്ടി, അതിനുശേഷം പിന്നീട് ഇപ്പൊ 4 വർഷമായിട്ട് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നില്ല അല്ലേ? ഇല്ലില്ല, 4 വർഷമായിട്ട് ആ ഭാഗത്തേട്ടേ പോയിട്ടില്ല. ടാപ്പിംഗ് തന്നെയാണോ നടത്തിയത് അതോ വേറെ ആളുകളെ കൂട്ടിയോ? ഇല്ല, കൂലിക്ക് ആളെ കൂട്ടുപോയി. 400 മരമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പോഴും ടാപ്പിംഗ് നടത്താത്ത ഒരു പരിധിവരെ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതെ. പിന്നെ റബ്ബറും ടാപ്പിംഗും നല്ല മരുന്നുള്ള പണിയാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി വെച്ച് അത് നമുക്ക് പറ്റിയ പണിയല്ല. ഇപ്പൊ നിലവിൽ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയിൽ നിന്നുള്ള ആദായമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളകുണ്ട് അല്ലേ? കുരുമുളകുണ്ട്. ജാതിയാണ് മെയിനായിട്ട്. കൃഷിഭവൻ അതുപോലെ സർക്കാരിന്റെ സഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത് ലഭിക്കാറുണ്ടോ? ഞാൻ ഈ ജാതി വെച്ചപ്പോൾ എനിക്ക് പള്ളിവാസൽ കൃഷിഭവനിൽ നിന്ന് നല്ല പൈസ കിട്ടിയായിരുന്നു. തൈ ഒന്നിന് ഇത്ര രൂപ വെച്ച് അവരുടെ സഹായമൊക്കെ ഉള്ള കാരണം അന്ന് കൃഷി അങ്ങനെ ചെയ്തു. അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് പള്ളിവാസൽ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പൊതുവെ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്ത് സഹായം ലഭിക്കണമെന്നാണ് അഭിലാഷിന്റെ ഒരു അഭിപ്രായം? മെയിനായിട്ട് വിലസ്ഥിരത, അത് പ്രധാന ഒരു പ്രശ്നമാണ്. വിലസ്ഥിരത ഞാൻ പറഞ്ഞ ഒരു തറവില എല്ലാം ഉണ്ടെങ്കിൽ കർഷകർക്ക് വീണ്ടും ഒരു യുവ കർഷകർക്കൊക്കെ കൂടുതലും ആകർഷിക്കാനായിട്ട് ഏറ്റവും നല്ല സർക്കാർ മുൻകൈ എടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയായിരിക്കും. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കാറുണ്ടോ? എനിക്ക് എല്ലാ 3 മാസം കൂടുമ്പോൾ ലഭിക്കാറുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, 2 മക്കള്. ഭാര്യ ഗവൺമെന്റ് ജോബാണ്, ടീച്ചറാണ്. പേര് രജനി. പണിക്കൻകുടി സ്കൂളിലെ +2 അധ്യാപികയാണ്. മകൻ 8ല് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തോക്കുവാറ. മകള് ഗവൺമെന്റ് സ്കൂളിൽ 3ാം ക്ലാസ് പഠിക്കുന്നു. എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പള്ളിവാസൽ പഞ്ചായത്തിലെ അമ്പഴച്ചാലിലെ ഒരു സമ്മിശ്ര കർഷകനായ അഭിലാഷ് സീക്കയാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പള്ളിവാസൽ പഞ്ചായത്തിലെ അമ്പഴച്ചാലിലെ കർഷകനായ ശ്രീ CK അഭിലാഷ് ജാതി കൃഷിയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു. ഇതുവരെ അദ്ദേഹവുമായി സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ വെള്ളാനിക്കര കാർഷിക കോളേജിലെ P. പ്രമീള, ലക്ഷ്മി ശേഖർ, ശ്യാമ S. മേനോൻ എന്നിവർ തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. ചെറുധാന്യങ്ങൾ, കൃഷിയും പ്രസക്തിയും. പ്രധാന ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയ വിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് വിളിക്കുന്നത്. റാഗി, ബജ്ര, ചാമ, തിന, വരക്, പനിവരക്, കുതിരവാലി,
ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്നിങ്ങനെ വിവിധ തരം ചെറുധാന്യങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. അന്നജത്തിനു പുറമെ ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ, നാരുകൾ, മാംസ്യം തുടങ്ങിയവയാൽ സമ്പുഷ്ടമായ ഈ ധാന്യങ്ങൾ സമീകൃത ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല, വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും ഇവ ഒരു മറുമരുന്നാണെന്ന് പല ഗവേഷണ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ളതിനാൽ ചെറുധാന്യങ്ങളെ ന്യൂട്രാസൂട്ടിക്കലുകൾ എന്നും അത്ഭുത ധാന്യങ്ങൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കൃഷിരീതികൾ: നല്ല നീർവാഴ്ചയുള്ള പശുമരാശി മണ്ണാണ് കൃഷിക്ക് ഉത്തമം. വെള്ളക്കെട്ട് പൊതുവിൽ യോജിച്ചതല്ല. പ്രതികൂല കാലാവസ്ഥ കാരണം മറ്റു വിളകൾ പരാജയപ്പെടുന്നിടത്ത് ക്യാച്ച് വിളകളായാണ് ചെറുധാന്യങ്ങൾ പലപ്പോഴും വളർത്തുന്നത്. മണ്ണിന്റെ pH 5.5 to 7 ആണ് ഉത്തമം. മിക്കവാറും എല്ലാ ചെറുധാന്യങ്ങളും മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് യോജിച്ചതാണ്. ഇവയ്ക്ക് കുറഞ്ഞ വളർച്ചാ കാലയളവാണ് എന്നതിനാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം. വിളവെടുക്കാറാവുന്ന സമയങ്ങളിൽ മഴയില്ലാത്ത കാലാവസ്ഥ വേണമെന്നത് ശ്രദ്ധിക്കണം. തണ്ടുകളിലും ഇലകളിലും മെഴുക് ആവരണമുള്ളതിനാൽ മറ്റു വിളകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുണ്ട്. ജലസേചനത്തിന്റെ ആവശ്യകത പൊതുവിൽ കുറവാണെങ്കിലും വേനൽക്കാല കൃഷിക്ക് ജലസേചന സൗകര്യമുള്ള ഇടങ്ങൾ വേണം തെരഞ്ഞെടുക്കുവാൻ. റാഗി, ചാമ, പനിവരക്, തിന, കുതിരവാലി എന്നിവ കൃഷി ചെയ്യുന്നതിന് 1 ഹെക്ടറിലേക്ക് ഉദ്ദേശം 5 കിലോഗ്രാം വിത്ത് ആവശ്യമാണ്. ബജ്രയ്ക്ക് 1 ഹെക്ടറിന് 3 മുതൽ 5 കിലോഗ്രാം വരെ വിത്ത് വേണം. വിത്തുകൾ നന്നേ ചെറുതായതിനാൽ മണ്ണ് നല്ലതുപോലെ ഉഴുത് പൊടി പരുവത്തിലാക്കി വേണം വിതയ്ക്കാൻ. നിലമൊരുക്കുമ്പോൾ ഹെക്ടറിന് 5 ടൺ കാലിവളം അഥവാ കമ്പോസ്റ്റ് ചേർക്കാം. വിത്ത് വിതയ്ക്കുകയോ വരിവരിയായി നുരിയിടുകയോ ചെയ്യാം. റാഗി പറിച്ചുനടൽ രീതിയിലും കൃഷി ചെയ്യാം. ഇതിനായി വിത്ത് ഞാറ്റടിയിൽ വിതച്ച് തൈകൾ 3 ആഴ്ചയാകുന്നതോടെ നിലമൊരുക്കി നല്ലതുപോലെ നനച്ചു കൊടുത്ത ശേഷം പറിച്ചു നടാം. തൈകൾ പിടിച്ചു കിട്ടുന്നതുവരെ നന മുടക്കരുത്. വരികൾ തമ്മിൽ 20-25 സെന്റിമീറ്റർ അകലവും ചെടികൾ തമ്മിൽ 10-15 സെന്റിമീറ്റർ അകലവും നൽകാം. വരകിന് ഇത് 20 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും മതിയാകും. ബജറ നുരിയിടുമ്പോൾ വരികൾ തമ്മിൽ 30-45 സെന്റിമീറ്റർ അകലവും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്റർ അകലവും നൽകുന്നതാണ് ഉത്തമം. വളക്കൂറ് കുറഞ്ഞ മണ്ണാണെങ്കിൽ ചെറിയ തോതിൽ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ ഹെക്ടറിന് 40:20:20 കിലോഗ്രാം എന്ന തോതിൽ നൽകാം. ഇതിനായി നിലമൊരുക്കുമ്പോൾ ഉദ്ദേശം 40 കിലോഗ്രാം ഫാക്ടംഫോസ്, 17 കിലോഗ്രാം യൂറിയ, 13 കിലോഗ്രാം പൊട്ടാഷ് എന്നിവ 1 ഏക്കറിന് എന്ന നിലയിൽ നൽകാം. നൈട്രജൻ പകുതിയും ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ മുഴുവനായും അടിവളമായി നൽകണം. ബാക്കി നൈട്രജൻ നട്ട് 20 ദിവസത്തിന് ശേഷം ഇടയിളക്കലിനും കളനിയന്ത്രണത്തിനുമൊപ്പം ചേർത്ത് കൊടുക്കാം. ബജ്രയ്ക്ക് 1 ഏക്കറിൽ ഉദ്ദേശം 30 കിലോഗ്രാം യൂറിയ, 70 കിലോഗ്രാം ഫാക്ടംഫോസ്, 23 കിലോഗ്രാം പൊട്ടാഷ് എന്നിവ നൽകാം. നൈട്രജൻ 1/3, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ മുഴുവനായും അടിവളമായി നൽകണം. ബാക്കി 1/3 30 ദിവസത്തോടെ കളനിയന്ത്രണത്തിന് ശേഷവും ചേർത്ത് കൊടുക്കാം. ചെടികൾ മഞ്ഞളിച്ച് കതിരുകൾ ഉണങ്ങുന്നതോടെ കൊയ്തെടുക്കാം. കതിരുകളിൽ നിന്നും ധാന്യമണികൾ എളുപ്പം വേറിട്ട് കിട്ടുന്നതിനായി 2 ദിവസം കൂന കൂട്ടിയിടുന്നത് നല്ലതാണ്. അതിനുശേഷം മെതിച്ചെടുക്കാം. റാഗി, ബജ്ര എന്നിവ മെതിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ഇതിനായി മരത്തടി ഉപയോഗിച്ച് തല്ലി കുഴിച്ചെടുക്കാം. കുഴിച്ചെടുത്ത ധാന്യം പതിരു നീക്കി ചേറിയെടുത്ത് നല്ലതുപോലെ ഉണക്കിയാൽ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം. ചെറുധാന്യപ്പൊടികൾ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പല വിഭവങ്ങളും തയ്യാറാക്കാം. കാര്യമായ രോഗകീടബാധകൾ ഒന്നും തന്നെ ചെറുധാന്യങ്ങൾക്ക് കാണാറില്ല. അതിനാൽ തന്നെ ജൈവരീതിയിലുള്ള കൃഷിക്കും എന്തുകൊണ്ടും അനുയോജ്യമായ വിളകളാണ് ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങളിലെ ആരോഗ്യ പോഷക ഘടകങ്ങൾ: നമുക്കാവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് പ്രധാനമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ധാന്യവർഗ്ഗങ്ങളിൽ നിന്നുമാണ്. ഒരാൾക്ക് ഒരു ദിവസം വേണ്ടിവരുന്ന അന്നജത്തിന്റെ 60% ലഭിക്കുന്നത് ധാന്യങ്ങളിൽ നിന്നാണ്. പ്രധാന ധാന്യങ്ങളെപ്പോലെ തന്നെ ചെറുധാന്യങ്ങളും അന്നജ പ്രധാനമാണ്. 100 ഗ്രാം ചെറുധാന്യത്തിൽ നിന്നും 378 കലോറി ഊർജം, പൊതുവെ 70% അന്നജം, 11% മാംസ്യം, 4% കൊഴുപ്പ്, 7% നാരുകൾ എന്നിവ കൂടാതെ 9% ജലാംശവും അടങ്ങിയിരിക്കുന്നു. നെല്ലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാംസ്യം, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവയുടെ അളവ് ചെറുധാന്യങ്ങളിൽ വളരെ കൂടുതലാണെന്ന് കാണാം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി വെള്ളാനിക്കര കാർഷിക കോളേജിലെ പി. പ്രമീള, ലക്ഷ്മി ശേഖർ, ശ്യാമ എസ് മേനോൻ എന്നിവർ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. श्री अन्न की खेती खुशियां है देती। माननीय प्रधानमंत्री जी की दूरदर्शी सोच का ही परिणाम है कि दुनिया में श्री अन्न की मांग बढ़ने लगी है, जिसका सीधा लाभ श्री अन्न उत्पादक किसानों को मिल रहा है। भारत में मिलेट्स के अनेक प्रकार हैं, अनेक नाम है। उसके प्रोत्साहन के लिए भी अनेकविध योजनाएं बनाई गई हैं। इसलिए
अब इस सुपर फूड को दी गई प्राथमिकता से देश के छोटे किसानों, हमारे आदिवासी भाई बहन जो किसानी करते हैं, उनको आर्थिक संबल मिलेगा और देशवासियों को एक स्वस्थ जीवन मिलेगा। माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में सरकार द्वारा किए गए प्रयासों का परिणाम है कि आज देश के किसान श्री अन्न की खेती के लिए न सिर्फ प्रोत्साहित हुए हैं, बल्कि उन्होंने सफलता की नई कहानियां रचनी भी शुरू कर दी हैं। कर्नाटक राज्य के मैसूर जिले के गोपालपुरा गांव के सिद्धगौड़ा एक ऐसे प्रगतिशील श्री अन्न किसान हैं, जिन्होंने अपनी लगन और मेहनत से अपनी एक अलग पहचान बनाई है। आज सिद्धगौड़ा गोपालपुरा गांव के तमाम किसानों के लिए एक आदर्श हैं। सिद्धगौड़ा ने इंटीग्रेटेड फार्मिंग सिस्टम को अपनाकर वर्ष 2020-21 में अपनी आय दोगुनी की है। पहले आप श्री अन्न बिखेर कर खेती करते थे तो 14,000 रुपए प्रति एकड़ की कमाई करते थे, लेकिन क्यारी की तरह लाइन लाइन से रागी की फसल को उगाकर आपने 28,000 रुपए प्रति एकड़ का लाभ प्राप्त किया है। लाइन में रागी की बुआई करने के कारण सिद्धगौड़ा ने प्रति हेक्टेयर 9 क्विंटल रागी और अंतर फसल के तौर पर 4 क्विंटल दाल की फसल पैदा की। कृषि विभाग के अधिकारियों द्वारा गांव में की गई चर्चा के दौरान आपने रागी की लाइन बुआई और इंटीग्रेटेड फार्मिंग के बारे में जाना। लाइन में बुआई बेहतर अंकुरण सुनिश्चित करती है और इसमें बीज की आवश्यकता भी कम होती है। साथ ही इसमें खरपतवार का बेहतर प्रबंधन संभव है, जिससे उत्पादकता और कमाई में वृद्धि होती है। 6 एकड़ में हम रागी उगाते हैं। पहले बिखेर कर उगाते थे, लेकिन वो सही उपज नहीं दिया। बाद में हमने कृषि अधिकारी से मदद ली, गाय का गोबर डाला, इससे हमें अच्छी फसल मिली, जिससे बेच के हमें बहुत लाभ मिला। पहले 6 क्विंटल रागी मिलता था, अभी 15 से 20 क्विंटल रागी मिलता है। 10 क्विंटल दाल, ये सब भी हमने उगाया। सिद्धगौड़ा की तरह ही कर्नाटक राज्य के तुमकुर जिले के हेमदोर गांव के एक लाभार्थी किसान हैं एच.के. रघु। एच.के. रघु अपने खेतों में तो सावा की खेती करते ही हैं, साथ ही जमीनों को लीज पर लेकर रागी भी उगाते हैं। एच.के. रघु ने अपनी प्राइमरी प्रोसेसिंग मशीनें भी लगाई हैं। रघु के यहाँ किसान अपने श्री अन्न की प्रोसेसिंग भी कराने आते हैं। रघु श्री अन्न की प्रोसेसिंग के बाद उन्हें पैक करते हैं, जिन्हें लोग उनसे खरीदने आते हैं। साथ ही वो पैक्ड श्री अन्न की मार्केटिंग शहरों में भी करते हैं। जो भी मैं ग्रो कर रहा हूँ उसे अपना ही मिल में तैयार करता हूँ और बेचता हूँ। अगर मैं सिर्फ रॉ मटेरियल बेचूंगा तो मेरा लाभ कम होगा। हम तैयार किया हुआ सावा को बेचेंगे तो लाभ ज्यादा है, 25% एक्स्ट्रा मिलता है लाभ। एच.के. रघु आसपास के किसानों को श्री अन्न की खेती के लिए प्रेरित भी करते हैं। तुमकुर जिले के भूपसेंद्रा गांव के किसान कृष्णप्पा टी ज्वार और कोडो की खेती करते हैं। कृषि अधिकारियों से श्री अन्न की खेती के वैज्ञानिक तरीके सीखने के बाद कृष्णप्पा टी अपने बेटे के साथ ब्रॉडकास्टिंग की जगह स्पेसिंग तकनीक से कोडो की लोकल वैरायटी उगाते हैं। 1 एकड़ से 6 क्विंटल तक कोडो की खेती करके आप 60,000 रुपए कमाते हैं और अपने परिवार को बेहतर स्वास्थ्य और खुशियां देते हैं। मैं कृष्णप्पा का बेटा हूँ। पिछले बार 2 एकड़ में हमने कोडो ग्रो किया, 16 क्विंटल मिला। 8 क्विंटल हमने यूज़ किया और 8 सेल किया। 60,000 का प्रॉफिट हमें मिला। वो पैसा हमने खेती में डाला। इस साल फिर हमने कोडो किया है। कृषि अधिकारी से हमें अच्छी सलाह मिली, कौन सा गोबर डालना है करके उन्होंने बताया। कोडो के बीच में हमने तुअर दाल डाली, जिससे हमें और लाभ मिल गया, इसलिए हमने अंतर फसल के तौर पर तुअर दाल को डाला। श्री अन्न की खेती के पारंपरिक तरीकों की जगह वैज्ञानिक तरीके अपनाने से देश भर में किसानों के चेहरों पर खुशहाली आ रही है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ
വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.